കുട്ടികളിലെ അമിതമായ മൊബൈൽ ഉപയോഗം കുറയ്ക്കാൻ ചില വഴികളിതാ. മിക്ക കുഞ്ഞുങ്ങളും തങ്ങളുടെ ലോകം മൊബൈൽ ഫോണുകളിലൂടെയാണ് കാണുന്നത്. ഗെയിമുകളും മറ്റും അവരെ അത്രയധികം സ്വാധീനിച്ചു കഴിഞ്ഞു. എന്നാൽ നമ്മൾ നിസ്സാരമായി കാണുന്ന ഈ കാര്യങ്ങൾ ഭാവിയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്ന് പഠനങ്ങളും പറയുന്നുണ്ട്. കുട്ടികളെ ഫോണിൽ നിന്ന് അകറ്റി നിർത്താൻ രക്ഷിതാക്കൾ തന്നെ ബോധവാന്മാരാകേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളുടെ അമിതമായ ഫോൺ ഉപയോഗം അവരുടെ പഠനത്തെയും ഉറക്കത്തെയും സാമൂഹിക ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ കുട്ടികളെ കായിക രംഗത്തേക്കും മറ്റ് സർഗാത്മക പ്രവർത്തനങ്ങളിലും തിരക്കിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികളെ സ്മാർട്ട് ഫോണുകളിൽ നിന്നും അകറ്റി നിർത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ചും പഠനത്തിന്റെ ഭാഗമായി അവ മാറിയ ഈ കാലഘട്ടത്തിൽ. ഈ സാഹചര്യത്തിൽ കുട്ടികളിലെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വിദഗ്ധർ നൽകുന്ന ചില നിർദ്ദേശങ്ങളിതാ. വായനാശീലം വളർത്തിയെടുക്കുക എന്നതാണ് അതിൽ പ്രധാനം. അതിനായി മാതാപിതാക്കളുടെ മേൽനോട്ടം ആവശ്യമാണ്. ആകാംക്ഷ ജനിപ്പിക്കുന്നതായ ചെറിയ കഥകളിലൂടെ അവരെ വായനയുടെ സുഖം അനുഭവിപ്പിക്കുക. തുടർച്ചയായി ചെയ്യിപ്പിക്കുന്നതിലൂടെ വായനയൊരു ശീലമായി വളർത്തിയെടുക്കാനാകും. മടുപ്പ് തോന്നുന്നു എന്ന കാരണം പറഞ്ഞാണ് മൊബൈൽ ഗെയിമുകളിലേക്ക് കുട്ടികൾ അടുക്കുന്നത്. പതിയെ അതൊരു അഡിക്ഷനായി മാറുകയും ചെയ്യും. മൊബൈലുകളിലല്ലാതെ കളിക്കാനുള്ള അവസരമാണ് അവർക്കായി ഒരുക്കേണ്ടത്. ഉച്ചനേരത്ത് ഇൻഡോർ ഗെയിമുകളും വൈകുന്നേരങ്ങളിൽ ഔട്ട്ഡോർ ഗെയിമുകളും കളിക്കാനുള്ള സാഹചര്യം അവർക്കായി ഒരുക്കേണ്ടതാണ്. ഇതവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഗുണകരമാണ്. കൂടാതെ അവർക്കൊപ്പം മാതാപിതാക്കൾ കളിക്കാനായി ചേരുന്നത് ബന്ധം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഗാർഡനിങ് അഥവാ പൂന്തോട്ട പരിപാലനമാണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കാൻ മാത്രമല്ല, പ്രകൃതിയുമായി ഇടപഴകുന്നത് അവരുടെ വൈജ്ഞാനിക കഴിവുകൾ വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇതിനായി വീട്ടിലൊരു ചെറിയ പൂന്തോട്ടം തയ്യാറാക്കാവുന്നതാണ്. അടുത്തതായി കുട്ടികളിൽ സാമൂഹിക സേവനവും സന്നദ്ധ പ്രവർത്തനവും പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. കുട്ടികളെ ചെറുപ്പം മുതലേ സഹാനുഭൂതിയും അനുകമ്പയും പഠിപ്പിക്കണം. കമ്മ്യൂണിറ്റി സേവന സംരംഭങ്ങളിലോ സന്നദ്ധ പ്രവർത്തനങ്ങളിലോ പങ്കെടുക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. ഇത് സ്മാർട്ട് ഫോണുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക മാത്രമല്ല, കുട്ടികളിൽ ലക്ഷ്യബോധവും പരോപകാര ബോധവും വളർത്തുകയും ചെയ്യും.